ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവമക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നൽകി തന്നതായ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവവചനം പഠിക്കാൻ തക്കവണ്ണം ഒരിക്കൽ കൂടെ ഇങ്ങനൊരു കൂടിയൊരു ദൈവം തന്നു. ദൈവത്തെ സ്തുതിക്കാം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ ഭാഗം, ആദ്യത്തെ 4 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. 3-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആദ്യം അതിൻ്റെ 11-ാം വാക്യം വരെ, 5 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയുവിൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല. ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. 5 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ 10 കൂട്ടം പാപങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1, 2, 3 എന്ന് എണ്ണിയാൽ 10 കൂട്ടം പാപങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ 5 കൂട്ടം പാപങ്ങളെ ഒരു ഗ്രൂപ്പായിട്ടും 5 കൂട്ടം പാപങ്ങളെ മറ്റൊരു ഗ്രൂപ്പായിട്ടും പറഞ്ഞിരിക്കുകയാണ്. 5 കൂട്ടം പാപങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞു, മരിപ്പിപ്പീൻ, കൊല്ലണം എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റ് 5 കൂട്ടം പാപങ്ങളെ ഉരിഞ്ഞു കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലേ, 6-ാം വാക്യം മരിപ്പിപ്പിൻ, 10-ാം വാക്യം ഉരിഞ്ഞു കളഞ്ഞ്. 10 കൂട്ടം പാപങ്ങൾ, അത് 5 കൂട്ടം പാപങ്ങളെ കൊല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നു. 5 കൂട്ടം പാപങ്ങളെ ഉരിഞ്ഞു കളയണമെന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഈ വാക്യങ്ങളിൽ 3 വിഷയങ്ങൾ നമുക്ക് കാണാം. 3 വിഷയങ്ങൾ. 1, മരിപ്പിക്കുക, കൊല്ലുക. 1 മരിപ്പിക്കുക, കൊല്ലുക, 5-ാം വാക്യം. 2 ഉരിഞ്ഞു കളയുക. ഇപ്പോൾ പോയിന്റ് എഴുതാൻ വിവരിച്ചുകൊള്ളാം. 3 വിഷയങ്ങളുണ്ട് ഈ വേദഭാഗത്ത്. 1 മരിപ്പിക്കുക അല്ലെങ്കിൽ കൊല്ലുക. 2 ഉരിഞ്ഞു കളയുക, 9-ാം വാക്യം. 3 ധരിക്കുക, 10-ാം വാക്യം. ധരിക്കുക, മരിപ്പിക്കുക, ഉരിഞ്ഞു കളയുക, ധരിക്കുക. അങ്ങനെ 3 വിഷയങ്ങളാണ് ഈ വാക്യങ്ങളിലുള്ളത്. കൊല്ലുക, ഉരിഞ്ഞു കളയുക, ധരിക്കുക. ഇനി 1 കൊല്ലണം, മരിപ്പിക്കണം, കൊല്ലണം.
നമ്മുടെ മനസ്സിൽ അങ്ങ് പതിഞ്ഞിരിക്കണം. ഈ 5 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ ഒരു 3 പോയിന്റുകളായിട്ട് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുക. ഏതൊക്കെയാണ്? കൊല്ലുക, ഉരിഞ്ഞു കളയുക, ധരിക്കുക. അതിൽ ഒന്ന് കൊല്ലുക, കൊല്ലണം. 5-ാം വാക്യം വായിച്ചേ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. 5 പാപങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെയാണ്: ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. ഇങ്ങനെ 5 കൂട്ടം പാപങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അവയെ മരിപ്പിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. കൊല്ലുക, കൊന്നിടുക, കൊന്നിടേണ്ടതായ 5 കൂട്ടം പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ദുർനടപ്പ്, അസാൻമാർഗികത; അശുദ്ധി, അശ്ലീലത; അതിരാഗം, വിഷയാസക്തി, ഏതെങ്കിലും പ്രത്യേക വിഷയങ്ങളിലുള്ള ആസക്തി, വിഷയാസക്തി; ദുർമോഹം, ദുഷ്കാമം, ഇങ്ങനെയുള്ളതായ പാപങ്ങൾ; വിഗ്രഹാരാധനയായ അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയുടെ മറ്റൊരു രൂപമായ അത്യാഗ്രഹം. വിഗ്രഹാരാധന തന്നെയാണ്, വിഗ്രഹാരാധനയുടെ മറ്റൊരു രൂപമായ അത്യാഗ്രഹം. ഇങ്ങനെ 5 കൂട്ടം പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളതായ അവയവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള ഈ അവയവങ്ങളെ മരിപ്പിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ളതായ തെറ്റായ ശീലങ്ങളുണ്ട്. തെറ്റായ ശീലങ്ങൾ അസാൻമാർഗികത മുതൽ അത്യാഗ്രഹവും നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങളുമായി നമ്മുടെ ശരീരത്തിലുള്ളതായ, നമ്മുടെ ജീവിതത്തിലുള്ള, ഈ ഭൂമിയിൽ ആയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വരാവുന്നതായ പാപ സ്വഭാവങ്ങൾ, ഇങ്ങനെയുള്ളതായ ഭൗതികമായ സ്വഭാവങ്ങളെ കൊല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊല്ലണം. ഇതൊന്നും, ഈ ലിസ്റ്റിൽപ്പെട്ട പാപങ്ങളൊന്നും ഉരിഞ്ഞു കളഞ്ഞാൽ പോകുന്നതല്ല, പിന്നെയും കയറി വരും. ഇപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ഇപ്പോൾ നമ്മൾ കുറേ ഉറുമ്പ് കയറി വരുന്നു, നമ്മുടെ മേത്ത് ഉറുമ്പ് കയറി നിന്ന് കടിക്കുക. അപ്പോൾ നമ്മൾ ആ ഉറുമ്പിലൂടെ നിൽക്കുന്നു. ആ ഉറുമ്പിനെ നമ്മൾ തൂത്തിട്ട് കഴിഞ്ഞാൽ, നമ്മളത് ശരീരത്തിൽ തൂത്തിട്ട് കഴിഞ്ഞാൽ അത് പിന്നെയും കയറി വരുമല്ലേ? പിന്നെയും കയറി വരും. കൊന്നിട്ടാലോ? പിന്നെ വരില്ല. എന്ന് പറഞ്ഞാൽ ഈ 5 പാവങ്ങൾ ഉരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇല്ല, നമ്മൾ ഡ്രസ്സ് നമ്മൾ ഊരിയിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും, അവിടെ കിടക്കുകയുള്ളൂ. അതുപോലെയല്ല ഒരു ഉറുമ്പ് കയറി വന്നതിന് നമ്മൾ തൂത്തിട്ട് കഴിഞ്ഞാൽ പിന്നെയും കയറി വരും. അപ്പോൾ ഉരിഞ്ഞു കളഞ്ഞാൽ പോകുന്നതല്ല ഈ പാപങ്ങൾ. ഇതിനെയെല്ലാം നമ്മൾ കൊന്നുകളയണം, കൊല്ലേണ്ടതായ പാപങ്ങളാണ്. അല്പം കൂടെ മനസ്സിലാകാൻ പാകത്തിന് പറഞ്ഞാൽ, ഈ കൂടുതലും കൊലപാതകങ്ങൾ പലതും നടക്കുന്നത് പെട്ടെന്ന് ഉള്ള ക്ഷോഭം കൊണ്ട് ചെയ്യുന്നതാണ്. ഒരു മനുഷ്യനെ തല്ലുന്നു, പെട്ടെന്നുണ്ടാകുന്നതായ ക്ഷോഭം കൊണ്ട് അങ്ങ് തല്ലിപ്പോകുന്നു, ഇല്ലേ? പെട്ടെന്നുണ്ടാകുന്ന കോപം കൊണ്ട് കുത്തിക്കൊല്ലുന്നു. ഒരു പക്ഷേ അല്പമൊന്ന് നിന്ന് ചിന്തിക്കാനായിട്ടൊരിട കിട്ടിയാൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ കഴിയും, ഇല്ലേ? ഞാനിപ്പോൾ ഇവനെ കുത്തിക്കൊന്നാൽ പിന്നെ എൻ്റെ അവസ്ഥ എന്താ? എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താ? അപ്പോൾ ഒന്ന് പെട്ടെന്നുള്ള ആ ക്ഷോഭം കൊണ്ടങ്ങ് പെട്ടെന്ന് ചെയ്തു പോകുന്നു. എന്നാൽ ഒന്ന് നിന്ന് ചിന്തിക്കാനൊരു അവസരം കിട്ടിയാൽ ഒരു പക്ഷേ ആ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് കഴിയും, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് കഴിയും. എന്നാൽ ഈ ലിസ്റ്റിൽപ്പെട്ടതായ പാപങ്ങൾ അങ്ങനെയല്ല. ഈ അശ്ലീലതയൊക്കെ ചിന്തിക്കും തോറും അത് ചെയ്യാനുള്ള മനുഷ്യൻ്റെ പ്രേരണ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അത് വരുമ്പോൾ തന്നെ കൊന്നങ്ങിട്ടുകൊള്ളണം.
നിങ്ങൾക്കത് മനസ്സിലായി കാണുന്ന കരുതുകയാണ്. അപ്പോൾ തന്നെ കൊല്ലണം. നാം അതിന് കത്തി വയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ പാപത്തിന് മേൽ ജയം കിട്ടാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ഈ 5 കൂട്ടം പാപങ്ങൾ നാം കൊല്ലണം, അതിനെ കൊന്നിടണം, മരിപ്പിക്കണം. അല്ലെങ്കിൽ അത് പിന്നെയും നമ്മിലേക്ക് കയറി വരും, നമുക്കതിനെ ജയം നേടാൻ കഴിയുകയില്ല. രണ്ടാമത്തെ ലിസ്റ്റിൽപ്പെട്ടതായ പാപങ്ങൾ അതെല്ലാമാണ്. 8-ാം വാക്യം. ഇപ്പോഴും നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയും. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ്. അവിടെ 5 പാപങ്ങളുണ്ട്. അതെല്ലാമാണ് കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ആക്ഷേപവാക്കുകൾ, മറ്റുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നതായ, ദുഷിച്ചുകൊണ്ട് പറയുന്നതായ ആക്ഷേപ വാക്കുകൾ, വായിൽ നിന്ന് വരുന്നതായ ദൂഷണം, ദുർഭാഷണം, അശ്ലീല വാക്കുകൾ, ദുർഭാഷണം, ഇങ്ങനെയുള്ളതായ 5 പാപങ്ങൾ. അവയെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അവയെ ഉരിഞ്ഞു കളയുക, അവയെ ഉരിഞ്ഞു കളയണം. ഉരിഞ്ഞു കളഞ്ഞ് കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്നതായ ദൂഷണം, ആക്ഷേപ വാക്കുകൾ, ദുർഭാഷണം, അശ്ലീല വാക്ക്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെങ്കിൽ നാം കൊല്ലേണ്ടതിനെ കൊല്ലണം, ഉരിഞ്ഞു കളയേണ്ടതിനെ ഉരിഞ്ഞു കളയണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വസ്ത്രം ഉരിഞ്ഞിട്ടാൽ അതവിടെ തന്നെ കടന്നുകൊള്ളും. എന്നാൽ ജീവനുള്ളതിനെ കുറേ ഉറുമ്പുകൾ കയറി വരുന്നു, അതിനെ നാം തൂത്തിട്ടാലോ പിന്നെയും കയറി വരും. എന്ന് പറഞ്ഞാൽ നാം പറിച്ചു കളഞ്ഞിട്ടും വേണ്ട എന്ന് വെച്ചിട്ടും തെറ്റാണെന്ന് വെച്ചിട്ടും ഉപേക്ഷിച്ചിട്ടും വീണ്ടും വീണ്ടും ജീവിതത്തിലേക്ക് കയറി വരുന്നതായ പാപങ്ങളുടെ മേൽ ജയം കിട്ടാത്തതായ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ? കൊന്നുതരാൻ നമുക്ക് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. കൊന്നു തരും. കർത്താവ് അതിനെ കൊന്നു തരും. ജയം കിട്ടാത്തതായ പാപങ്ങളുടെ മേൽ കർത്താവ് നമുക്ക് ജയം തരുന്നവനാണ്. നാം ഏൽപ്പിച്ചു കൊടുക്കും. ഉപവാസത്താലും പ്രാർത്ഥനയാലും ജയം നേടാൻ നമുക്ക് കഴിയും. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ രാത്രിയിൽ നമ്മുടെ മുറിയിലേക്ക് ഒരു കോഴിക്കുഞ്ഞ് കയറി വന്ന് ചിന്തിക്കുക. ഞാൻ ഉദാഹരണം അത്ര ശരിയാവുമെന്നറിയില്ല, എന്നാലും ലളിതമായിട്ട് പറഞ്ഞാൽ, പിന്നെ അതിനെ പുറത്ത് കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുവരാനൊക്കെ പറ്റില്ല. ഒരു കൊട്ടയുടെ കീഴിൽ അതിനെ അങ്ങ് മൂടിയിടും. ഇനിയിപ്പോൾ പുറത്തേക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല, ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ഒരു കൊട്ടയുടെ കീഴിൽ എവിടെയെങ്കിലും മൂലയ്ക്ക് എവിടെയെങ്കിലും മൂടിയിടുന്നു. നമ്മൾ അവിടെ വീട്ടിൽ കിടന്നുറങ്ങും. നമുക്ക് ഭയോഭീതിയൊന്നും തോന്നില്ല. എന്നാൽ ഒരു വിഷപ്പാമ്പാണ് കയറി വരുന്നതെങ്കിലോ, നാം ഒരു കൊട്ടയുടെ കീഴിൽ അതിനെ മൂടിയിട്ടച്ച് നമ്മൾ മുറിക്കകത്ത് കിടന്നുറങ്ങുമോ? അതിനെ കൊന്നെറിയും. അതിനെ കൊന്ന് എറിഞ്ഞു കളയും. നമ്മുടെ ജീവിതത്തിൽ നമ്മെ അപകടപ്പെടുത്തുന്നതായ പാപങ്ങളെ കൊന്നുകളഞ്ഞ്, കൊല്ലേണ്ടതിനെ കൊന്ന് ഉരിഞ്ഞു കളയേണ്ടതിനെ ഉരിഞ്ഞു കളഞ്ഞ് ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്, നമ്മെ വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ 1 കൊല്ലണം, 2
ഉരിഞ്ഞു കളയണം. മൂന്ന് അതിൻ്റെ 10-ാമത്തെ വാക്യം നോക്കിയാൽ 10-ാം വാക്യം. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പുതിയ മനുഷ്യനെ ധരിക്കണം. കൊല്ലണം, ഉരിഞ്ഞു കളയണം, ധരിക്കണം. പുതിയ മനുഷ്യനെ ധരിക്കണം. നാം ഒരു പുതിയ മനുഷ്യനായി മാറണം. കൊല്ലേണ്ടതിനെ കൊന്ന്, ഉരിഞ്ഞു കളയേണ്ടതിനെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി നാം മാറണം. ക്രിസ്തുവിനെ നാം ധരിക്കണം. പഴയ സ്വഭാവങ്ങളെ മാറ്റി പുതിയ സ്വഭാവം നാം അണിയണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. നാം ധരിക്കണം. നാം വെളിച്ചത്തിനുള്ളവരാകിയാൽ പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കണം. ഇരുളിൻ്റെ പ്രവൃത്തികളെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കണം. പുതിയ മനുഷ്യന് റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമർ 13:14. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. ഗലാത്യർ 3:27. ഗലാത്യർ 3:27. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിക്കുക. 1 തെസ്സലോനിക്കർ 5:8. 1 തെസ്സലോനിക്കർ 5:8. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമുള്ളവരായിരിക്കുക. നാം ധരിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് അവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്. നാം പകലിലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. നാം ധരിക്കണം. നിങ്ങൾ മാമോദീസ മുക്കാനായിട്ട് തലത്തൊട്ടപ്പനും അല്ലെങ്കിൽ നമ്മുടെ മക്കളെ മാമോദിസ മുക്കാൻ പോയിട്ടുള്ളവരാണ്. നാം ഒന്ന് ഓർത്ത് നോക്കുക. ഒരു കുഞ്ഞിനെ മാമോദിസ മുക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ മാമോദിസ ഇല്ലേ, നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ഇല്ലേ, ഒരു ടർക്കി, കുഞ്ഞിനെ ധരിപ്പിക്കുന്ന വസ്ത്രം, ആ വസ്ത്രം ധരിപ്പിച്ച് ഒരു ടർക്കിയിൽ നമ്മൾ കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോകുന്നു. പക്ഷെ നമ്മൾ കയ്യിൽ കരുതും. എന്താ കരുതുന്നത്? എന്താ കരുതുന്നത്? മാംസം മുക്കാൻ പോയോന്ന് പറഞ്ഞേ. വേറെ ഒരു ജോഡി വസ്ത്രം, വെള്ള വസ്ത്രം കൊണ്ടുപോകും. ആ കുഞ്ഞിനെ ഇടിവിക്കാൻ വേറെ ജോഡി വെള്ള വസ്ത്രം കൊണ്ടുപോകും. ഒരു ടർക്കി കൊണ്ടുപോകും. ടർക്കി എന്തിനാ? നമ്മൾ മുക്കിക്കഴിഞ്ഞ് മേടിക്കാൻ വേണ്ടി. അതെന്തിനാ അങ്ങനെ കൊണ്ടുപോകണം? എന്തിനാ? ആ ടർക്കിയിലുള്ള അഴുക്കുള്ള പറ്റിയിട്ടാണോ? അല്ല, പുതിയതായിട്ട് മാമോദിസ പുതിയ വിശ്വാസിയായി കഴിഞ്ഞല്ലോ, നമ്മളൊരു പുതിയ ഡ്രസ് ആയിട്ട് വാങ്ങണം എന്നാണ്. അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഈ അർത്ഥമാണ്. ഇതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളിലും നമ്മളങ്ങ് ചെയ്യുന്നെങ്കിൽ എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. നമ്മൾ കർത്താവിനോട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു പുതിയ മനുഷ്യനായി മാറി. ആ മാമോദിസ വെള്ളത്തിൽ മുങ്ങുന്നത് വരെ ആ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചിരുന്നതായ ആ തുണി, ആ കുഞ്ഞിനെ ധരിപ്പിച്ചിരുന്നതായ വസ്ത്രം മാറ്റി മാമോദിസ മുക്കിയ ശേഷം പട്ടക്കാരൻ നമ്മുടെ കയ്യിലേക്ക് തരുന്നതായ കുഞ്ഞിനെ പുതിയ ഡ്രസ്സ് ധരിപ്പിച്ച് പുതിയ ടർക്കിയിലാണ് നമ്മൾ സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ്
പുതിയ മനുഷ്യനെ സ്നാനമേൽക്കുന്ന വ്യക്തി സ്നാനാർത്ഥി സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകമാണത്. പഴയതെല്ലാം ഉരിഞ്ഞു കളഞ്ഞ്, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ സ്നാനാർത്ഥിയെ സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകമാണത്. ചിന്തിച്ചു നോക്കണം. മാമോദീസ മുങ്ങിയവരായ നമ്മിലെ പഴയ മനുഷ്യൻ മാറിയിട്ടുണ്ടോ? സ്നാനപ്പെട്ടവരായ നമ്മിലെ പഴയ മനുഷ്യൻ മാറിയിട്ടുണ്ടോ? നാം ഇനി മുങ്ങുകയല്ല വേണ്ടത്, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. പഴയ സ്വഭാവങ്ങളെ ഉരിഞ്ഞു കളയേണ്ടതിനെ ഉരിഞ്ഞു കളഞ്ഞ് കൊല്ലേണ്ടതിനെ കൊല്ലണം. പഴയ മനുഷ്യൻ ആകമാനം മാറി ഒരു പുതിയ മനുഷ്യനായി തീർന്ന് നാം ക്രിസ്തുവിനെ ധരിക്കണം. ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി മാറണം. ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി മാറണം. അതാണ് അർത്ഥമാക്കുന്നത്. നമ്മൾ ഈ ചടങ്ങുകൾ ചെയ്യുക എന്നുള്ളതല്ല. ഈ വിശുദ്ധ കുർബാനയുടെ ഒരുക്ക ശുശ്രൂഷയുണ്ട്. അത് എല്ലാവർക്കും അറിയില്ല. ഈ മദ്ബഹായിൽ ശുശ്രൂഷയ്ക്ക് കയറിയിട്ടുള്ളവർക്കറിയാം. ഈ വിശുദ്ധ കുർബാനയുടെ ഒരുക്ക ശുശ്രൂഷയിൽ തൂയോബോ എന്നാണ്. തൂയോബോ ഇപ്പം നമ്മൾ നേരത്തെ പള്ളിയിൽ ചെന്നവർക്കറിയാം പ്രഭാത പ്രാർത്ഥന. പ്രഭാത പ്രാർത്ഥനയിൽ അത് ദൈവാലയത്തിൽ നിന്നുകൊണ്ട് എല്ലാവരോടും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പ്രഭാത പ്രാർത്ഥന. അതിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ അച്ഛനെ ഏത് നിറമുള്ള കുപ്പായായിരിക്കട്ടാണ് പ്രഭാത പ്രാർത്ഥന നിൽക്കുമ്പോൾ? പ്രഭാത പ്രാർത്ഥനയ്ക്കെല്ലാം പള്ളിയിൽ പാറുണ്ടോ? കറുപ്പ് എന്തോ കറുപ്പ് കറുത്ത കുപ്പായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ പ്രഭാത പ്രാർത്ഥനയ്ക്ക് പള്ളി പോകുന്നുണ്ട്. അച്ഛൻ ഒരു ഭാഗമാകുമ്പോൾ അച്ഛൻ മധുവാലേക്ക് കയറിപ്പോവും. മധുവാലേക്ക് കയറിപ്പോയിട്ട് അത് പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷക്കാർക്ക് കാണാവുള്ളൂ. നമുക്കറിയില്ല. അച്ഛൻ കയറി കഴിഞ്ഞാൽ മറശീല നീക്കിയിട്ടിരിക്കുകയാണ്. അവിടെ പിന്നെ എന്താ ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഈ മണിയിലിങ്ങനെ ഒച്ചയൊക്കെ നമ്മൾ കേൾക്കുന്നുള്ളൂ, വേറെ നമുക്കറിയാൻ പാടില്ല. അപ്പോൾ അച്ഛൻ പട്ടക്കാരൻ മധുബഹയിലേക്ക് കയറി ചെന്നിട്ട് താൻ ധരിച്ചിരിക്കുന്നതായ കറുത്ത കുപ്പായം ഊരി മാറ്റിയിട്ട് കൈ കഴുകും. കറുത്ത കുപ്പായം ഊരി മാറ്റിയിട്ട് കൈ കഴുകിയ ശേഷം വെള്ളക്കുപ്പായവും മറ്റ് പൗരോഹിത്യത്തിൻ്റെ വസ്ത്രങ്ങളും കാപ്പയും പിന്നെ കൈയിലിടുന്ന കൈച്ചട്ടയും ഇതെല്ലാം ആ വസ്ത്രങ്ങളെല്ലാം അണിയുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, കറുത്ത കുപ്പായം ഊരി മാറ്റിയിട്ട് കൈ കഴുകുന്നതിൻ്റെ അർത്ഥം ദുഷ്ടമനസാക്ഷിയിൽ നിന്നും ഹൃദയങ്ങൾ വെടിപ്പാക്കുകയാണ്. ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് ഹൃദയങ്ങളെ വെടിപ്പാക്കുകയാണ്. ഈ വെള്ളക്കുപ്പായവും മറ്റും വസ്ത്രങ്ങളൊക്കെ അണിയുന്നത് മാമോദീസായ ലഭിച്ചിരിക്കുന്നതായ ഈ പ്രതീകത്തിൻ്റെ, മാമോദീസായ ലഭിച്ചിരിക്കുന്നതായ ആ പ്രതീകത്തിൻ്റെ വർത്തമാന ആവിഷ്കരണമാണ്. ആ സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട്. പട്ടക്കാരൻ ചൊല്ലുന്ന ആ സമയത്ത് ചൊല്ലുന്നതായ പ്രാർത്ഥന ആ കാര്യം വ്യക്തമാക്കുന്നതാണ്. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: ദൈവമായ കർത്താവേ, അശുദ്ധമായ എൻ്റെ ദുഷ്പ്രവൃത്തികൾ മുഖേന സാത്താൻ എന്നെ ധരിപ്പിച്ചിട്ടുള്ള മലിന വസ്ത്രങ്ങളെ എന്നിൽ നിന്ന് ഉരിഞ്ഞു കളഞ്ഞ് നിൻ്റെ ബഹുമാന്യതയുടെ ശുശ്രൂഷയ്ക്കും തിരുനാമ മഹത്വത്തിനും ഉചിതമായ വിശേഷ വസ്ത്രങ്ങൾ എന്നെ ധരിപ്പിക്കണമേ. അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇതെല്ലാം വളരെ അർത്ഥമുള്ള കാര്യങ്ങളാണ്. ഓരോ കാര്യങ്ങളിലുള്ള അർത്ഥമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ, പുതുക്കം പ്രാപിക്കുന്നതായ പുതിയ മനുഷ്യനെ നാം ധരിക്കണം.
നമ്മുടെ പുതിയ ജീവിതം, ക്രിസ്തുവിനോടുകൂടെയുള്ളതായ നമ്മുടെ പുതിയ ജീവിതം, പുതിയ ജീവിതത്തിൽ കൊല്ലേണ്ടതിനെ കൊല്ലണം, ഉരിഞ്ഞു കളയേണ്ടതിനെ ഉരിഞ്ഞു കളയണം. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഇനിയും നാം ധരിക്കേണ്ടത് എന്തെല്ലാമാണ്? നാം ധരിക്കേണ്ടത് എന്തെല്ലാം? അതിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യം. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിക്കുവിൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം വാഴുന്ന നമ്മുടെ പുതിയ ജീവിതം വേണമെങ്കിൽ ഈ 5 മുതലുള്ളതായ വാക്യങ്ങൾ പുതിയ ജീവിതം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വാഴുന്ന പുതിയ ജീവിതം നാം തെല്ലതെല്ലാം ധരിക്കണം. കൊല്ലേണ്ടതിനെ കൊന്ന്, ഉരിഞ്ഞു കളയേണ്ടതിനെ ഉരിഞ്ഞു കളഞ്ഞ്, ധരിക്കേണ്ടത് ധരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാകും? ക്രിസ്തുവിൻ്റെ സമാധാനം വാഴുന്ന ഒരു ജീവിതമാകും. അല്ലാതെ നിങ്ങൾ സമാധാനത്തോടെ പോകാൻ പറഞ്ഞാലൊന്നും ഒരു മനുഷ്യൻ സമാധാനത്തോടെ പോകാനായിട്ട് സാധിക്കില്ല. സമാധാനവും സന്തോഷവും ആശീർവാദത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടണമെങ്കിൽ കൊല്ലേണ്ടതിനെ കൊന്ന്, ഉരിഞ്ഞു കളയേണ്ടതിനെ ഉരിഞ്ഞു കളഞ്ഞ്, ധരിക്കേണ്ടവനെ ധരിച്ച് നാം മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ, അങ്ങനെ മുന്നോട്ട് പോകുന്നവരിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ സമാധാനം വന്ന് വാഴുകയുള്ളൂ. നാം എന്താണ് ധരിക്കേണ്ടത്? ധരിക്കേണ്ടത് എന്തെല്ലാമെന്ന് പറയുന്നുണ്ട്. മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ. ഓരോന്നോരോന്ന് പറയുകയാണ്. മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ. അവിടെ ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ ക്ഷമയുടെ ഉപാധി പറയുന്നുണ്ട്. എങ്ങനെ ക്ഷമിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? 13-ാം വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. അപ്പോൾ അതിൻ്റെ ലെവൽ വച്ചിരിക്കുന്നത് എന്താണ്? ക്രിസ്തു ക്ഷമിച്ചതുപോലെ തന്നെ അടിച്ചവരെയും തുപ്പിയവരെയും എല്ലാം നോക്കി, പിതാവേ, ഇവർ ചെയ്തത് എന്നതെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. ക്രിസ്തു ക്ഷമിച്ചതുപോലെ എല്ലാവരോടും ക്ഷമിക്കുക. അതിൻ്റെ 14-ാമത്തെ വാക്യം, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിന്. എല്ലാത്തിനും മീതെ സ്നേഹം ധരിക്കണം. 15-ാം വാക്യം, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും
ഇരിപ്പീൻ. ഈ വക അനുഭവം നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ ഈ വക അനുഭവത്തിൽ വന്ന നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം നമുക്ക് അനുഭവമായാൽ ക്രിസ്തുവിൻ്റെ സമാധാനം വന്ന് നമ്മുടെ ഉള്ളിൽ വാഴാൻ തുടങ്ങും. നമ്മിൽ ഈ സമാധാനം വന്ന് നിറയണം. അതിൻ്റെ 15 മുതലായ വാക്യങ്ങൾ 16 മുതൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുവിൻ. കൊല്ലേണ്ടതിനെ കൊന്ന് ഉരിഞ്ഞു കളയേണ്ടതിനെ ഉരിഞ്ഞു കളഞ്ഞ് ധരിക്കേണ്ടത് ധരിച്ച് ക്രിസ്തുവിൻ്റെ സമാധാനം വാഴുന്ന പുതിയ ജീവിതം നാം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഈ വക അനുഭവത്തിൽ വന്നതായി നാം തുടർന്ന് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നന്ദിയുള്ളവരായി ജീവിക്കണം. നന്ദിയുള്ളവരായി. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നന്ദിയുള്ളവരായി ജീവിക്കണം. എല്ലാറ്റിനും നന്ദിയുള്ളവരായിരിക്കണം. നന്ദിയുള്ളവരായി ഞാനും നിങ്ങളും ഒരു പുതിയ ജീവൻ നയിക്കുമ്പോൾ എല്ലാത്തിനും നന്ദിയുള്ളവരായി നാം ജീവിക്കണം. നന്ദിയുള്ള ഒരു ജീവിതം. നമ്മുടെ ഉള്ളിൽ നന്ദി വരണം. നമ്മെ നടത്തിയവരുണ്ട്, നമുക്കായി കരുതിയവരുണ്ട്, നമ്മെ സ്നേഹിച്ചവരുണ്ട്. എല്ലാവരോടും നന്ദി. എല്ലാറ്റിനും നന്ദി. ഉപദ്രവിച്ചതിനും നന്ദി, നമ്മെ ആക്ഷേപിച്ചതിനും നന്ദി, കുറ്റപ്പെടുത്തിയതിനും നന്ദി. എല്ലാം ഈ പുതിയ ജീവിതത്തിൽ എൻ്റെ കർത്താവിനെ അള്ളിപ്പിടിക്കുവാനും എൻ്റെ യേശുവിൻ്റെ സ്നേഹം ധാരാളമായിട്ട് അനുഭവിക്കാനും അവൻ ഒരുക്കി വെച്ച നന്മകൾ എല്ലാത്തിനും നന്ദിയുള്ളവരായി ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ വചനം നമ്മിൽ വസിക്കുന്ന അനുഭവം എല്ലാറ്റിനും നന്ദിയുള്ളവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് ഉള്ളിലെപ്പോഴും പാട്ട്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനങ്ങൾ, സ്തുതി. വീണ്ടും പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളെ തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. പഠിപ്പിക്കണം. മറ്റുള്ളവരെ പഠിപ്പിക്കണം, ഉപദേശിക്കണം. അതിനെന്ത് വേണം? ക്രിസ്തുവിൻ്റെ വചനം സകല ജ്ഞാനത്തോടും കൂടെ നമ്മൾ വസിക്കണം. വചനം നമ്മുടെ ഉള്ളിൽ വസിക്കണം. സകല ജ്ഞാനത്തോടും കൂടെ അറിവ്. ദൈവവചനത്തിൽ അറിവുള്ളവരാകണം. അങ്ങനെ ആ വചനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അതിൻ്റെ സകല ജ്ഞാനത്തോടും കൂടെ നമ്മൾ വസിക്കണം. ഈ ദൈവവചനം ഒരനുഭവമായി നമ്മൾ വസിക്കണം. വേണം. അതാണ് ഒന്നാമത് വേണ്ടത്. ഏറ്റവും പ്രാധാന്യം അതിന് വേണം. അതുപോലെ തന്നെ അത് ജ്ഞാനത്തോടെ നമ്മൾ വസിക്കണം. നമ്മൾ വചനം പഠിക്കണം. അനുഭവം മാത്രം പോരാ, അറിവുള്ളവരുമാകണം. വചനം അതിന് സകല ജ്ഞാനത്തോടും കൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കണം. അതിനുവേണ്ടി ബൈബിൾ ക്ലാസ്സുകളൊക്കെ ക്രമീകരിക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് നിന്ന പഴയ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങ് പറയാം.
പക്ഷെ നമ്മൾ വചനം പഠിക്കണം, വചനം മനസ്സിലാക്കണം. അതിൻ്റെ സകല ജ്ഞാനത്തോടും കൂടെ അനുഭവങ്ങളോടും കൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കണം. തീർന്നില്ല, അത് ഉപദേശിക്കണം, അത് പഠിപ്പിക്കണം. നമ്മുടെ വാക്കും പ്രവൃത്തിയും മാത്രമല്ല, എന്ത് ചെയ്താലും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും എപ്പോഴും സ്തോത്രം ചെയ്തും കൊണ്ടിരിപ്പീൻ. നന്ദിയുള്ളവരായി സങ്കീർത്തനങ്ങളും സ്തുതികളും നമ്മുടെ ഉള്ളിൽ നിന്ന് ഉതിർന്നു വരുന്നതായ അനുഭവം. അതുകൊണ്ട് പിതാക്കന്മാർ പ്രാർത്ഥിക്കാൻ ലഭിച്ചത്, നിൻ സ്തുതിയും ഹാലേലുയ്യായും കർത്താവെ ഞാൻ നിർത്തരുതേ. അന്ന് ബേസാറും പടാവട്ടെ. സ്തുതിയും ഹാലേലുയ്യായും കർത്താവേ ഞാൻ തരുതേ. വിധി നീതിക്കയ്യോ ചെയ്യരുതേ. ഞാൻ പാതകിയെന്നറിയുന്നേൻ. സർവകടങ്ങളുമാരാഞ്ഞ നരകം താനവകാശം. നിന്നെ വിളിപ്പാൻ കഴിവെന്നേ. മൗനം ഹൃദയാൽ ഞാൻ പോകും. നീക്കുക കൃപയാലൻ പാപം. മാത്രം അർത്ഥവത്തായതായ പാട്ടാണത്. നിൻ സ്തുതിയും ഹാലേലുയ്യായും കർത്താവേ ഞാൻ നിർത്തരുതേ. എൻ്റെ ഉള്ളിൽ നിന്ന് ഉതിർന്നു വരുന്നതായ സ്തുതിയും സ്തോത്രവും നിന്നു പോകാനിടവരരുത്. കർത്താവേ, എൻ്റെ അവസാനം വരെ നിന്നെ സ്തുതിക്കുന്നവനായി നിൽക്കാൻ കൃപ തരണം. നിന്നെ സ്തുതിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ ഇടവരരുതേ. എപ്പോഴും സ്തോത്രം ചെയ്ത് ദൈവത്തിൻ്റെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുവിൻ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പീൻ. നമ്മുടെ പുതിയ ജീവിതം കൊല്ലേണ്ടതിനെ കൊന്ന്, ഉരിഞ്ഞു കളയേണ്ടതിനെ ഉരിഞ്ഞു കളഞ്ഞ്, ധരിക്കേണ്ടത് ധരിച്ച്, ക്രിസ്തുവിന് സമാധാനം വാഴുന്ന ഒരു ജീവിതമായി നാം എങ്ങനെ മുന്നോട്ട് പോകണം? മനസ്സലിവുള്ളവരായി, ദയവുള്ളവരായി, താഴ്മയുള്ളവരായി, സൗമ്യതയുള്ളവരായി, ദീർഘക്ഷമയുള്ളവരായി, നമ്മുടെ കർത്താവ് ക്ഷമിച്ചതുപോലെ എല്ലാവരോടും ക്ഷമിച്ച് എല്ലാത്തിൻ്റെയും മീതെ സ്നേഹം ധരിച്ച് എല്ലാത്തിൻ്റെയും മീതെ സ്നേഹം ധരിച്ച് ക്രിസ്തുവിൻ്റെ സമാധാനം ഉള്ളിൽ വാഴുന്ന അനുഭവത്തിൽ നാം ജീവിക്കണം. നന്ദിയുള്ളവരായി നാം ജീവിക്കണം. എല്ലാറ്റിനും സ്തുതിയും സ്തോത്രവും കരയേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം സകല ജ്ഞാനത്തോടും കൂടെ നമ്മുടെ ഉള്ളിൽ വസിച്ച് നാം മറ്റുള്ളവരെ പഠിപ്പിച്ചും ഉപദേശിച്ചും എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും, എൻ്റെ പേരിന് വേണ്ടി ചെയ്യാനല്ല, GGF വേണ്ടി ചെയ്യാനല്ല, എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്യാനല്ല, യേശുവിൻ്റെ നാമത്തിൽ ചെയ്ത്, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്ത്, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ ഉയരണം, അവൻ മഹത്വപ്പെടണം. എൻ്റെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തണം. എന്നെ ഉയർത്താനല്ല, മറ്റാരെയും ഒന്നിനെയും ഉയർത്താനല്ല. എൻ്റെ യേശുവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു പുതിയ ജീവിതം കർത്താവെ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾക്ക് അനുഭവമാക്കി തരണമേ. അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ,
ഞങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുവാൻ, നാം ആരാണെന്ന് തിരിച്ചറിയുവാൻ കർത്താവേ, ഞങ്ങളുടെ ഈ പുതിയ ജീവിതം ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവിടുത്തെ വചനത്തിലൂടെ ആലോചന പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് തന്നെ അവസരത്തിനായി സ്തോത്രം. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ വചനപ്രകാരം നിൽക്കാൻ കൃപ തരണം. എല്ലാ മഹത്വത്തോടും എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.